ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. ഈ മദ്യം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് നമ്മൾ സാധാരണ ബാറിൽ പോയിട്ട് ഇതുപോലെ തംസപ്പൊക്കെ കുടിക്കുമ്പം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒന്നാണ് പീനട്ട് മസാല. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബാർ സ്നാക്കാണിത്. ഈ തംസപ്പിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചായയുടെ കൂടെയും അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സ്നാക്കായിട്ടൊക്കെ ഇത് കഴിക്കാം. കപ്പലണ്ടിയിൽ നന്നായിട്ട് പ്രോട്ടീൻസ് ഉണ്ട്. അതുകൂടാതെ ഈ സവോള, തക്കാളി ഇതെല്ലാം കൂടി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സലാഡ് എന്ന നിലയിലും സംഭവം അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, പക്ഷേ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പീനട്ട് മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് തംസപ്പ് ഇവിടെ വെച്ചേക്കാം. പീനട്ട് മസാല ഉണ്ടാക്കാൻ ആദ്യം നമുക്കൊരു തക്കാളി എടുക്കാം. ഈ തക്കാളി നമുക്ക് കുരു കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് അരിയണം, ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യണം. അതിന് നമുക്കൊന്ന് കുരു കളയാം. അതിനായിട്ട് ആദ്യം ഇത് 4 മുറിക്കണം. 4 മുറിച്ചിട്ട് ഇതിങ്ങനെ ഞാനിപ്പോൾ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ അകത്തെ കുരുവും ആ ഒരു ജെല്ലി പോലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ദശയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. നമുക്ക് പൊടിയായിട്ട് അരിയാം. ഇതിപ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ഡൈസ് ചെയ്ത ഒരു ഇടത്തരം സവോള ചേർക്കാം. നേരത്തെ തക്കാളി ചേർത്തൊരു ചെറിയ തക്കാളിയാണ് ചേർത്തത്. ഡൈസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അത് ചേർക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനിയൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്, നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുക. തംസപ്പ് ഒരു ഇത്തിരി ഒന്ന് കുടിക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കണം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സവോളയൊക്കെ ഉടയാൻ ഒരു 1-2 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സവോളയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നീരിറങ്ങി വരും. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി 1 കപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ല, നിങ്ങൾക്ക് കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും മുളകൊക്കെ കറക്റ്റ് ആണെങ്കിൽ. കുറവുണ്ടെങ്കിൽ കൂട്ടാം, കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, ഇതിപ്പം കറക്റ്റ് ടേസ്റ്റാണ്. ഉപ്പും മുളകും ഒക്കെ കറക്റ്റായിട്ടുണ്ട്, പാകത്തിനാണ്. വീണ്ടും തംസപ്പ് ടേസ്റ്റ് ചെയ്യുകയാണ്, ബോറടി മാറ്റാൻ. ഇതിനുശേഷം നമുക്കൊരു 2 പപ്പടം എടുക്കണം. മസാല പാപ്പടാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. മസാല പാപ്പടം എടുക്കുക, അത് നമുക്ക് പൊടിച്ച് അതിനകത്തിടാം. ഞാൻ ഈ മസാല പാപ്പട് റോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വറുത്ത് വേണമെങ്കിൽ ഇടാം. ഞാൻ മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്തതാണ്. അതല്ല, കനലി എടുക്കണമെങ്കിൽ കനലി ചുട്ടിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ സാധാരണ വറുക്കുന്ന പോലെ വറുത്തിട്ട് അത് പൊടിച്ചിട്ടാലും ടേസ്റ്റാണ്. എല്ലാം കൂടെ നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യാം. പപ്പടം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ പപ്പടം നനഞ്ഞു പോവും. അത് നമുക്ക് പിന്നെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ ആ പപ്പടം ഒരു ക്രഞ്ചി ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, കറക്റ്റായിട്ടുണ്ട്, സംഭവം റെഡിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തംസപ്പ് ഒന്ന് ഫിനിഷ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചായയുടെ കൂടെയോ ജ്യൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അപ്പോൾ അതുകൊണ്ട് മദ്യപിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.